നിങ്ങൾക്ക് മെഴ്സിഡീസിൻ്റെ 2 കിടിലൻ വിൻറ്റേജ് വണ്ടി ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ മോഡൽ വരുന്ന W123 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തോന്നുമെങ്കിൽ ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ഒരെണ്ണം റൈറ്റ് ഹാൻഡ് ഡ്രൈവും ആണ്. അതുപോലെ തന്നെ ഒന്ന് പെട്രോൾ ആണെങ്കിൽ മറ്റൊന്ന് ഡീസലും. ഈ വണ്ടിയുടെ പെയിന്റ് ഷെയ്ഡൊക്കെ രണ്ടും ഒരേപോലെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന വണ്ടി ഇത് തന്നെയാണ്. അതുപോലെ ഈ വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് ഒരു 10 വർഷത്തെ ഡിഫറൻസ് ഇതിനുണ്ട്. മെഴ്സിഡീസിൻ്റെ ആദ്യകാലത്തെ വണ്ടികളാണ് ഇതൊക്കെ. ഈ വണ്ടിയൊക്കെ ഇപ്പോഴും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ വണ്ടീനോട് കിടപിടിക്കുന്ന രീതിക്ക് കൊണ്ടു നടക്കുന്ന ഇതിൻ്റെ ഓണേഴ്സിനെയൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ വണ്ടികൾ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ മാരേജ് ഫംഗ്ഷൻസിനൊക്കെയാണ്. നമ്മൾ മെഴ്സിഡീസ് ബെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ആഡംബരമാണ്. ആ ആഡംബരത്തിനൊക്കെ തുടക്കം കുറിച്ച 2 മോഡൽസാണ് ഈ കിടക്കുന്നത്. ശരിക്കും ഈ വണ്ടിയൊക്കെ ഇന്നത്തെ കാലത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് നല്ല ചിലവുള്ളൊരു കാര്യമാണ്. ആര് കണ്ടാലും ഇപ്പോഴും നോക്കിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പഴക്കം ചെന്ന വണ്ടികൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ വണ്ടികളെക്കാൾ വിലയും കൂടുതലാണ് ഈ വണ്ടികൾക്ക്. നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.